പൊന്നുമോളെ, ഇഷ്ടമല്ലാത്തവനെ കെട്ടല്ലേ. ഞാൻ തന്നെ ജസ്റ്റ് എസ്കേപ്പാ. കിട്ടിയ ചാൻസിന് ഞാൻ കടിച്ചു തൂങ്ങിയതാ. നീ സങ്കടപ്പെടണ്ട. പെരുമാനി തങ്ങൾ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. അതിനിങ്ങനെ ഒരു പ്രാന്ത് കാണിക്കണോ? ലോകത്ത് അനേകം മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട്. പാത്തു, നീ ഒന്ന് ഓർക്കണം, നമ്മൾ ഈ മാംസവും ചുവന്നുകൊണ്ട് അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ എന്തായിരിക്കും മുജീബിന്റെ സന്തോഷം? അവന്റെ മനസ്സിൽ നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം വാനോളം വരില്ലേ? മാത്രമോ അവിടെ കൂടിയിരിക്കുന്ന മറ്റാളുകൾ നമ്മളെപ്പറ്റി വളരെ അത്ഭുതത്തോടെ സംസാരിക്കും. ഓ, എന്തെങ്കിലും ചെയ്. ഞാൻ പോയി ആരെങ്കിലും വിളിച്ചിട്ട് വരാം. നമ്മൾ തന്നെ ഇത് ചുമന്നെത്തിക്കുന്നു. അതിലെ സ്നേഹം തുടിക്കൂ. വാ വാ വാ. അയ്യോ, മുജീബിനൊന്ന് വിളിച്ചിട്ട് വരും. ഇനിയിപ്പോ ഒറ്റ മാർഗേ ഉള്ളൂ. അബയെ പിടിച്ച് അരഞ്ഞാണത്തി കെട്ടിക്കോ. സ്റ്റേജിൽ കയറി ഒച്ചയിൽ അബിയാണ് അരഞ്ഞാൻ അടിച്ചോണ്ട് പറ. തങ്ങളെ മൊത്തം കലാവൂലേ? ആവട്ടെ. അബി കുടുങ്ങൂ. കുടുങ്ങട്ടെ. അപ്പൊ മുജിക്കായ അവന് മനസ്സിലാവും. മാംസം 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 എന്തിനാക്കാ? എടോ മണ്ടച്ചാരെ, നീ ഏൽപ്പിച്ച മാംസം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോന്നു. ഞാൻ ഏൽപ്പിച്ച മാംസോ? ആ, അതല്ല ചെമ്പല് വന്തി കിടക്കണേ. നാളെ ഉച്ചയ്ക്ക് 12:30 തീവണ്ടിക്ക് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഭായി പോയാ എങ്ങനെ ജീവിക്കും? കുറെ ഇടി കൊണ്ടത് മിച്ചം. ഇങ്ങേരെന്തിനാ നേരം തങ്ങൾമലയിലോട്ട് നോക്കിയിരിക്കുന്നു? ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഇതോടുകൂടി ഭായിക്കൊരു സിദ്ധി ഇല്ലെന്ന് എല്ലാവർക്കും മനസ്സിലാവും. കലഹോ? എന്തിനെ? അറിയൂല. ഇറച്ചി പ്രശ്നോ? കല്യാണം മുടങ്ങുമോ? അതൊന്നും അറിയൂല. ഒരു അടിക്കുള്ള വക കാണുന്നുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ അല്ല. ഭായിക്ക് എന്തൊക്കെയോ സിദ്ധികളൊക്കെ ഉണ്ട്. എന്നാ ഇടയിൽ കയറി കുത്തി മറിച്ച് കലമ്പാ. നമ്മുടെ ഭായിയുടെ കഴിവെന്തെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം. അപ്പൊ പിന്നെ ഭായി ആര് നോക്കുന്നു? ഭായി കാത്തോളൂ. ഇതാണോ? വേണോടാ, നീ അങ്ങോട്ട് വരണ്ട. അപ്പുറത്തെ പറമ്പിക്കൊന്നു വരണം, എനിക്കിടിക്കാനാ. ഒറ്റക്കൊറ്റക്ക് ഉൾസണ്ടോ? ഇല്ല, കൈ കൊണ്ടല്ലടിയാ. ഇതല്ലേ ഇക്ക പറ.